ഹായ് എവറി വൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ നെക്സ്റ്റ് കൺസെപ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ. അതായത് 10th ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്കിതിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മളിതിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് HUFയുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ AMT കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതും കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ കൂടുതൽ നമുക്കിതിലൊന്നും പഠിക്കാനായിട്ട് അങ്ങനെ വരുന്നില്ല. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഇതിൽ നോക്കേണ്ടതാണ് അതായത് നമ്മുടെ ടാക്സ് റേറ്റ്സ് ആണ്. ഇപ്പോഴത്തെ ടാക്സ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ അപ് ടു 3 lakh വരെയാണ് നമുക്ക് ടാക്സ് റേറ്റ്സ് വരുന്നത്. ഇതിൻ്റെ മുന്നിലത്തെ ടാക്സ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ 2,50,000 എന്നുള്ളത് നില്ലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ടാക്സ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ടാക്സിൽ നമുക്ക് വരുന്നത് അപ് ടു 3 lakh വരെ നമുക്ക് നില്ലാണ്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും എത്രയാണ് എന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കാം. സോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് റേറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് ഫോർ ദ അസസ്മെൻറ്റ് 2024-25 നമ്മുടെ ഇൻഡിവിജ്വൽ HUF, AOP, BOI ഇവരുടെ കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പറയുന്നത്. അതായത് നോർമൽ റേറ്റ്സ് എത്രയാണ് എന്നുള്ളത്, നെറ്റ് ഇൻകം എത്രയാണ്, അതേപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ റേറ്റ്സ് എത്രയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എത്ര വരുന്ന സമയത്ത് എത്രയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇതും കൂടി നിങ്ങളിതിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് ഇതിൻ്റെ ബാലൻസ് ആണ്. ഓക്കെ, നമ്മുടെ ടാക്സ് റേറ്റ്സിൽ വരുന്ന ഇൻഡിവിജ്വൽസും ആസ് വെൽ ആസ് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യയിൽ വരുന്ന ഏജിൻ്റെ ബേസിസിൽ, അതായത് സീനിയർ സിറ്റിസൺ എങ്ങനെയാണ്, സൂപ്പർ സീനിയർ സിറ്റിസൺസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഇതാണ് നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് AMT സെക്ഷൻ 115JC എന്നുള്ളതാണ്. നിങ്ങൾക്കിതിൽ തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് AMTയിൽ. ഓക്കെ, സോ AMTയിൽ നമുക്ക് സെർട്ടൈൻ കേസസ് പറയുന്നുണ്ട്, പ്രൊവിഷൻസ് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ കേസസിൽ എങ്ങനെയാണെന്നുള്ളത്, ഹു ഹാസ് ക്ലെയിംഡ്, അതേപോലെ തന്നെ ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷനിലോട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതും, അതിൽ എന്തൊക്കെ സെക്ഷൻസ് വരുന്നുണ്ട്, 2 സെക്ഷൻസ് പറയുന്നുണ്ട്. ആ 2 സെക്ഷൻസും അതേപോലെ തന്നെ ആർക്കാണ് ഈ ടോട്ടൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് എക്സീഡ് 20 lakh വരുന്നവർക്കാണ് ഇത് എക്സീഡായിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കുക. AMT എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. അതായത് ആൾട്ടർനേറ്റ് ടാക്സ് ഈസ് നൗ അപ്ലിക്കബിൾ ടു ഓൾ അസസി അതർ ദാൻ ദ കമ്പനി സബ്ജക്റ്റ് നോ സെർട്ടൈൻ കണ്ടീഷൻസ് എന്നുള്ളതിനെയാണ് നമ്മുടെ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഈ 1, 2, 3 ഒരു 2-3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക. ദെൻ ടാക്സ് ലയബിലിറ്റി ഇൻഡിവിജ്വലിൻ്റെ കേസസിലാണെങ്കിൽ ഒന്ന് വന്നിട്ട് റെഗുലർ ഇൻകം ടാക്സ് പേയബിൾ പ്രൊവിഷൻസ് ഓഫ് IT ആക്ടിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇൻകം ടാക്സ് അറ്റ് 18. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് 18.5% ഓൺ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഇസ് ഹയർ എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ AMT കാൽക്കുലേഷൻ നമ്മൾ എടുക്കുന്നത്. അതായത് റെഗുലർ ഇൻകം ITയിൽ പേ ചെയ്യുന്ന റെഗുലർ ഇൻകം ടാക്സിൽ 18.5%, രണ്ടിൽ ഏതാണോ ഹയർ ആയിട്ട് വരുന്നത്, ഓക്കെ, ഹയർ ആയിട്ട് വരുന്നത് അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ AMT കാൽക്കുലേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻസ്, 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് AMT എന്നുള്ള കേസസിൽ വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇതിലൊരു പ്രോബ്ലം നോക്കാം. ഇല്ലുസ്ട്രേഷൻ 5 ആണ്. സോ ഇതാണ് നിങ്ങൾക്ക് പ്രോബ്ലം പറയുന്നത്. മിസ്റ്റർ പ്രവീൺ ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ drawing annual salary of rupees 4,60,000. Okay, then he was a residential building, one unit of which is let out and the other was used by himself for his residence. Rent received for the let out portion is rupees 2,000 per annum. He paid municipal tax of 6,700 for this building. Then he received rupees 5,000 as remuneration in connection with examination work. He also received a royalty of 50,000 from a book written by him. He had paid rupees 3,000 per month towards the General Provident Fund account and paid insurance premium of 18,000 for his own life.
Then he also deposited rupees 6,000 under National Savings Scheme. The 8 issue computer. Then compute Mr. Pravin's tax liability for the assessment year 2024-25 under the optional tax regime as per നോർമൽ പ്രൊവിഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതായത് നമുക്ക് സാലറിയുടെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, HP-യുടെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, ദെൻ PF-യുടെ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ സാലറി, അതേപോലെ തന്നെ HP, ദെൻ ക്യാപിറ്റൽ ഗെയിൻ, ഇതെല്ലാം മറ്റുള്ള 5 ഹെഡ്സിൻ്റെ ഇൻകം ടോട്ടൽ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യം വരുന്നതാണ് സാലറി ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അതായത് അയാളുടെ ഇൻകം എത്രയാണ് എന്നുള്ളത്. എത്രയാണ്? 4,60,000 എന്നുള്ളതാണ് അയാൾക്ക് ഇൻകം വരുന്നത്. സോ നമ്മുടെ സാലറിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ലൈക്ക് നമ്മുടെ സാലറിയുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 50,000 എന്നുള്ളതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. സോ 4,60,000 നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് 50,000 എന്നുള്ള ഒരു എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ 4,10,000 എന്നുള്ളത് നമുക്ക് കിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സാലറിയുടെ കാൽക്കുലേഷനാണ് ഇത്. ദെൻ നമ്മുടെ HP-യുടെ കാൽക്കുലേഷൻസ് ആണ്. HP-യുടെ കാൽക്കുലേഷൻ നമുക്ക് പറയുന്നത് അയാൾക്ക് റെസിഡൻറ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ ലെറ്റ് ഔട്ട് പറയുന്നത് 2,000 പെർ മന്ത് ആണ്, അല്ലേ? ഇപ്പോൾ 2,000 പെർ മന്ത് ആണെങ്കിൽ 2,000 ഇൻറ്റു 12 ചെയ്യണം, അപ്പോൾ നമുക്ക് 24,000 കിട്ടുന്നതായിരിക്കും. ദെൻ മുനിസിപ്പൽ ടാക്സ് പറയുന്നത് 6,700 ആണ് പേ ചെയ്യുന്നത് ബിൽഡിങ്ങിന്. അതേപോലെ തന്നെ ഇതിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്, ആ പേഴ്സണ് ഒരു 5,000 റെമ്യൂണറേഷനും കിട്ടുന്നുണ്ട്. സോ മുനിസിപ്പൽ ടാക്സിൻ്റെ ഹാഫ് ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മുനിസിപ്പൽ ടാക്സിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6,700 ഹാഫ് ആയിട്ട് വരുന്നതാണ്. 3,350 എന്നുള്ളതാണ് നമുക്ക് ഹാഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നതായിരിക്കും 2,650. അതായത് നമ്മുടെ HP-യുടെ നിന്ന് നമ്മുടെ മുനിസിപ്പൽ ടാക്സ് എന്നുള്ളത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂൻ്റെ 30% നമ്മൾ എടുക്കേണ്ടതായിരിക്കും. അതായത് ഈ വാല്യൂൻ്റെ 30% ആണ് നമ്മൾ എടുക്കേണ്ടത്. 30% ആണ് നമുക്ക് 6,195 എന്നുള്ളത്. ദെൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 14,455 എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആനുവൽ വാല്യൂ പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ളതിൽ നില്ലാണ് കാണിക്കുന്നത്. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള നമുക്ക് പേഴ്സൺ പറഞ്ഞിട്ടില്ല, ലെറ്റ് ഔട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് ഈ എമൗണ്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ എമൗണ്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പറയുന്നതാണ്, ദെൻ ഇതല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞ മുനിസിപ്പൽ ടാക്സ് കാര്യങ്ങൾ കഴിഞ്ഞ് എക്സാമിന് കഴിഞ്ഞു. അതേപോലെ തന്നെ റോയൽറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. റോയൽറ്റി 50,000 ആണ് റോയൽറ്റി പറയുന്നത്. അതിൻ്റെ മുന്നിൽ റെമ്യൂണറേഷൻ ഒരു 5,000 പറയുന്നുണ്ട്. സോ റെമ്യൂണറേഷൻ എഴുതി ദെൻ റോയൽറ്റി എഴുതുക 5,000 ദെൻ 50,000 രണ്ടും കൂടി 55,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സാലറിയുടെ കാൽക്കുലേഷൻ ഉണ്ട്, HP-യുടെ കാൽക്കുലേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു റോയൽറ്റിയുടെ കാൽക്കുലേഷൻസ് ഉണ്ട്. ഇത് മൂന്നെണ്ണവും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 4,79,455 എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡിഡക്ഷനാണ്, അതായത് അണ്ടർ സെക്ഷൻ്റെ ബേസിസിൽ വരുന്ന ഡിഡക്ഷൻസ് ആണ് നമ്മളവിടെ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കിവിടെ എന്തൊക്കെ അണ്ടർ സെക്ഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 50,000 ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ചെയ്തു. ദെൻ 3,000 ടുവേർഡ്സ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 18,000 പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. അതേപോലെ തന്നെ പ്രീമിയം ആയിട്ടാണ് ദെൻ 3,000 ആണ് പേ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ദെൻ ഡെപ്പോസിറ്റ് NS-ൻ്റെ ഡെപ്പോസിറ്റ് 6,000 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മളിനി എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നതാണ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് 36,000 ആണ് പറയുന്നത്. ഓക്കെ, ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് 36,000, അതായത് 3,000 ഇൻറ്റു 12 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 36,000 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പറയുന്നത് 18,000 ആണ്. ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓൾറെഡി ഉണ്ട് 18,000, രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 54,000 ആണ് വരുന്നത്. ഓക്കെ, 54,000. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 4,79,455 എന്നുള്ളതാണ്. അത് ദെൻ നമുക്കിവിടെ കിട്ടിയ 54,000 എന്നുള്ളത്. 54,000 കൂടി നമുക്ക് ചെയ്യുന്ന സമയത്ത് 4,25,455 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നോർമലായിട്ടുള്ള വരുന്ന 80 അണ്ടർ സെക്ഷൻ 80ൻ്റെ ബേസിസിലുള്ള ഒരു 50,000 നമുക്ക് ഡിഡക്ഷൻ വരുന്നുണ്ട്. ആ ഡിഡക്ഷനും മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സാലറി ആയിട്ട് നമുക്ക് 3,75,460 എന്നുള്ളതാണ് നമുക്ക് ടോട്ടൽ സാലറി ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇതിൽ നിന്നാണ് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ,
സോ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് 2,50,000 ടാക്സ് ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ. സോ അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നില്ലാണ്. ദെൻ ബാലൻസ്, അതായത് ഇത്രയാണ് നമ്മൾക്ക് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ 2,50,000 നമുക്ക് ടാക്സ് ഇല്ല. ദെൻ ബാലൻസ് വരുന്ന എമൗണ്ടിനാണ് നമുക്ക് ടാക്സ് വരുന്നത്. ബാലൻസ് വരുന്നത് 1,21,460 വരുന്നത്. സോ ആദ്യത്തെ ഹെഡിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ 5% ആണ് നമ്മൾക്ക് ടാക്സ്. ഓക്കെ, ആ ടാക്സ് റെജിം നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അറിയാം എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 5% ആണ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയാണ് വരുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ടുള്ള ഒരു 251 ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഡക്ഷൻസിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ ടോട്ടൽ ടാക്സ് പേയബിൾ എത്രയാണ് എന്നുള്ളത് നോക്കുക. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 6,524 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം ടാക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിബേറ്റ് നമ്മൾക്ക് പറയുന്നുണ്ട്. റിബേറ്റ് എന്ന് പറയുന്നത് 87A ബേസിസിൽ ഒരു റിബേറ്റ് ഉണ്ട്. ആ റിബേറ്റ് എന്ന് പറയുമ്പോൾ ഈ സെയിം എമൗണ്ട് തന്നെ നമുക്ക് റിബേറ്റിനായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് നില്ലായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ റിബേറ്റ്, റിലീഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. റിബേറ്റ് എന്താണ്, റിലീഫ് എന്താണ് എന്നുള്ളത്. ദെൻ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ഓഫ് ടാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടാക്സ് ലയബിലിറ്റി വന്നാൽ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ടോട്ടൽ ഇൻകത്തിൻ്റെ 2,50,000 വരെ നമുക്ക് ടാക്സ് ഇല്ല. അതിന് അതിൻ്റെ ബാലൻസ് വരുന്നതിനാണ് ടാക്സ്. അത് എത്രയാണോ അതിൻ്റെ ബേസിസിലാണ് 5% മുതലാണ് നമുക്ക് ടാക്സിൻ്റെ ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്.